ബുറാഖെന്ന വാഹനത്തിലേക്ക് കയറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ബൈത്തുൽ മുഖദ്ദസും കഴിഞ്ഞ് ഏഴാനാകാശം കയറുന്ന ഒരു രംഗമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ ദിവസമാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറെ ചരിത്രവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന നാമകരണം വന്നതും ഇതിന് ശേഷമാണ്. ഈ ഇസ്രാ മിഅ്റാജ് നടന്നതിന് ശേഷമാണ്. രാത്രി നേരെ പോകുന്നത് ബുറാഖ് എന്ന മിന്നൽ വേഗതയുള്ള വണ്ടിയാണ്. നേരെ പോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഇന്നത്തെ മൂന്നാമത്തെ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഏറ്റവും കൂലിയുള്ള മൂന്നാമത്തെ സ്ഥാനത്തുള്ളതാണ് ബൈത്തുൽ മുഖദ്ദസ്. അല്ലാഹു അതിനെ മോചിപ്പിച്ച് തരട്ടെ. ആദ്യമായി ബാങ്ക് കൊടുത്തതും അവിടെ തന്നെയാണ്. മക്കയിൽ ബാങ്ക് കൊടുത്ത ശേഷം മദീനയിൽ ബാങ്ക് കൊടുത്ത ശേഷം മക്കയിലും, അത് കഴിഞ്ഞാൽ നേരെ ബാങ്ക് കൊടുത്തത് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തത് ബൈത്തുൽ മുഖദ്ദസിലാണ്. അവിടുന്ന് ബിലാൽ തങ്ങൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ ബോധം കെട്ടു വീഴുന്നതും ബാങ്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തൊരവസരം വരുന്നതെല്ലാം ചരിത്രം പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും സഹാബാക്കളെല്ലാം പൊട്ടിക്കരിയുന്ന ഒരു രംഗവും റസൂലുള്ളാഹിനെ ഓർമ്മ വരുന്ന ഒരു രംഗവും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലാണ്. ഒരുപാട് അമ്പിയാക്കന്മാർ ചുറ്റും മറുവിട്ട് കിടക്കുന്ന ഏറ്റവും പവിത്രമായ സ്ഥലം എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അവിടെ വരുന്നു. പുറത്ത് ബുറാഖ് എന്ന വാഹനം കെട്ടുന്നു. ആ കെട്ടിയ സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. അത്ര ഞാൻ പോയിട്ടില്ല, പോയവരെ പറയാണ് അത് ഇപ്പോഴും ആ സ്ഥലം ബുറാഖ് വാഹനം കെട്ടിയ ഒരു സ്ഥലമുണ്ട്. അതൊന്നും ആക്കിയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ കെട്ടിയിട്ടുണ്ട്. ആ സ്ഥലം ഇപ്പോഴും അങ്ങനെ സന്ദർശകർക്ക് വരുന്നവർക്ക് കാണാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയും പൊന്നാര സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൺമറഞ്ഞു പോയ എല്ലാ അമ്പിയാക്കൾക്കും, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമ്പിയാക്കൾ മരിച്ചു എന്ന് പറയരുത്. അവർ മൺമറഞ്ഞ് നമ്മൾ കണ്ണെന്ന് പറഞ്ഞു എന്ന് പറയാം, അവർ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അമ്പിയാക്കൾക്കെല്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിക്കാൻ നമസ്കരിച്ചു. അവരോട് എല്ലാം സംസാരം കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തിലേക്ക് കയറാണ്. ഒന്നാം ആകാശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ മലക്കുകളും അമ്പിയാക്കന്മാരും ഇങ്ങനെ സഫായി നിൽക്കുന്നു. ഒന്നാം ആകാശം വരുന്നതാര? ലോകത്തിന്റെ റഹ്മത്തുൽ ആലമീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വരുന്നത്. റസൂലുള്ളാഹിയാണ്, ആദിത്യ മര്യാദയാണ്. റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തിൽ സ്വീകരിക്കുന്നു, മർഹബ പാടുന്നു, റസൂലുള്ളാഹിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. എല്ലാ അമ്പിയാക്കന്മാരും റസൂലുള്ളാഹിനെ കൈപിടിക്കുന്നു, കെട്ടിപ്പിടിച്ചു മുസാഫഹത്ത് ചെയ്യുന്നു. മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം ആകാശത്തിലേക്ക് എത്തുന്നു, അവിടെയും സ്വീകരണം. മൂന്നിലേക്ക് എത്തുന്നു, നാലിലേക്ക് എത്തുന്നു, അഞ്ചിലേക്ക് എത്തുന്നു, ആറിലേക്ക് എത്തുന്നു. ഏഴാം ആകാശത്തിലേക്ക് എത്തുമ്പോ മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു അവരെല്ലാം സ്വീകരിച്ച ശേഷം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറയുന്നു, ബാ ജിബ്രീലെ നമുക്ക് പോവാൻ. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നു, എനിക്ക് ഇവിടം വരെയാണ് അലൗഡ്, അതിനപ്പുറം പോകാൻ എനിക്ക് അലൗഡ് ഇല്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് പേടിയാണ്, അക്കല്ലാലേക്ക് പോകാൻ പേടിയാണ്, ഒന്ന് എന്റെ കൂടെ കൂട്ടായി ഒന്ന് വരുമോ ജിബ്രീലെ എന്ന് പറഞ്ഞു. കുറെ വട്ടം ഇങ്ങനെ പറഞ്ഞപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ വരാം. പക്ഷേ 600ഓളം ചിറകുള്ള ആളാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ചിറക് കത്താൻ എടുക്കുവാണത്രേ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചിറകിനെ കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്രേ. അതിന്റെ അപ്പുറം ജിബ്രീലെ നിങ്ങൾക്ക് അലൗഡില്ല. സ്നേഹബന്ധം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിയാണ്, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവാണ്. ആ രണ്ട് മഹത്തുക്കള് അല്ലാഹു സുബ്ഹാനഹു വതആല പൊന്നാര തങ്ങളെ സ്വീകരിക്കണം, ഒറ്റക്ക് സംസാരിക്കണം, പേഴ്സണലായിട്ട് കിട്ടുന്നതാണ്. അതിന്റെ ഇടയിൽ വേറെ ഒരാൾ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ സ്നേഹം എങ്ങനെയാ? അതിന്റെ ഇടയിൽ വേറെ ഒരാൾ വരാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ്
ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുകളിലേക്ക് കയറാൻ വിടുന്നില്ല. പൊന്നാര തങ്ങൾ ഒറ്റക്ക് പോകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയ സമയത്ത് അല്ലാഹുവിനെ കാണുമ്പോൾ റസൂലുള്ളാഹി പറയുന്നു അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിനെ കാണുന്നു പറഞ്ഞ വാക്കാണത്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. തിരിച്ച് അല്ലാഹുവിന്റെ അടുത്ത് വാക്ക് വരുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സലാം പറയാണ്. സലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യാണ്. അല്ലാഹുവിന്റെ എല്ലാ കാരുണ്യം ഉണ്ടാവട്ടെ ദുആ ചെയ്യാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി തിരിച്ച് അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അല്ലാഹുവേ പൊന്നാര റബ്ബേ എന്നെ മാത്രം കൂട്ടിയാ പോരാ, എനിക്ക് മാത്രം ദുആ ചെയ്താ പോരാ, ദുനിയാവിൽ എന്റെ ഉമ്മത്തീങ്ങളുണ്ട് അവരെ കൂടി ഇതാക്കണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടെ ദുആ ചെയ്തത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ആരെല്ലാം ഏഴാകാശം കടന്ന് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഒന്നിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് നേരം ഏറ്റവും കാണാൻ കൊതിച്ച, നമ്മൾ ഏറ്റവും കാണാൻ കൊതിക്കുന്നതും പണിയെടുക്കുന്നതും ഈ അല്ലാഹുവിനെ കാണാനാണ്. ഡയറക്റ്റ് കണ്ട് സംസാരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരം കഴിഞ്ഞ് ഗിഫ്റ്റ് ആയിട്ടാണ് 50 വഖ്ത് നിസ്കാരം കൊടുത്തത്. തിരിച്ചു വരുന്നു, മൂസാ നബിയെ കാണുന്നു, അല്ലാഹു എന്ത് തന്നു എന്ന് ചോദിക്കുന്നു. 50 വഖ്ത് നിസ്കാരം തന്നു. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് നിങ്ങൾ ഉമ്മത്ത് ഇത് ചെയ്യൂല, തിരിച്ചു പോയിക്കോ, കുറച്ച് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെയും പോകുന്നു. 9 തവണയാണ് അല്ലാഹുവിന്റെ അടുത്തേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ 5 വഖ്താക്കി നിസ്കാരത്തിന് ശേഷം മൂസാ നബിയുടെ അടുത്ത് വന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു എന്താക്കി ചുരുക്കിയോ? അപ്പൊ പറഞ്ഞു 5 വഖ്താക്കി. എന്നിട്ട് മൂസാ നബി പറയാണ് നിങ്ങൾ ഉമ്മത്ത് ഇത് ചെയ്യൂല, പിന്നെ കേൾക്കാൻ പറയും. അപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ക് നാണക്കെടാവുന്നു, ലജ്ജ തോന്നുന്നു, ഇനിയും അല്ലാഹുവിന്റെ മുമ്പിൽ പോയി യാചിക്കാൻ. ഒരാൾ 5 വഖ്ത് നിസ്കാരം നിസ്കരിച്ചാൽ 50 വഖ്ത് നിസ്കരിച്ചതിന്റെ കൂലിയാണെന്ന് മഹത്തുക്കൾ വിവരിച്ചിട്ടുണ്ട്. 5 വഖ്ത് നിസ്കാരം അതിന്റെ ടൈമിൽ നിസ്കരിച്ചാൽ അവര് ഭയങ്കര കൂലിയാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച് അതേ രാത്രിയിൽ വന്ന് വീട്ടിൽ കിടക്കുന്നു. പിറ്റേ ദിവസം ഇങ്ങനെ പറയുന്നു, സംസാരം പുറത്തു വന്നു, റസൂലുള്ളാഹിനെ കളിയാക്കുന്നു. റസൂലുള്ളാഹി ഒറ്റ രാത്രി കൊണ്ട് 7 ആകാശം ബൈത്തുൽ മുഖദ്ദസും അവിടുത്തെ 7 ആകാശം പോയി വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിസിനസ് ആണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടോ ഇങ്ങനെ പോകുമ്പോ അബൂജഹലോ ശത്രുക്കൾ പോയിട്ട് പറഞ്ഞു യാ അബൂബക്കർ എനിക്കറിയോ സംഭവം, നിന്റെ മുഹമ്മദ് ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലോ, അവിടുന്ന് 7 ആകാശത്തിൽ പോയല്ലോ, അത് അല്ലാഹു കണ്ടു വന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി പറഞ്ഞോ എന്ന് ചോദിച്ചു അബൂബക്കർ എന്നത്. അപ്പൊ പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞതാണ്, മുഹമ്മദ് പറഞ്ഞതാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തെ യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞ സത്യമാണെങ്കിൽ അക്ക് വിശ്വാസം. അപ്പോഴാണ് പേര് വന്നത് സിദ്ദീഖ്, സത്യസന്ധൻ എന്നുള്ള പേര് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമാണ് പൊന്നാര തങ്ങള് നിസ്കാരം കൂട്ടിയത്. അതിനുശേഷമാണ് രാത്രി സുജൂദിലിരുന്ന് ചെറിയ കുട്ടികൾ കരയും പോലെ ഇങ്ങനെ കരഞ്ഞോണ്ടായി. അതിനുശേഷമാണ് പൊന്നാര തങ്ങളെ കാല് വീക്കം വെക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ ഫുൾ ഓതി തീർക്കും. എത്രത്തോളം ബഖറയിൽ നിന്നോ അത്രത്തോളം എന്നെ റുകുൽ നിൽക്കും, അത്രത്തോളം എന്നെ സുജൂദ് നിൽക്കും. അവസാനമാകുമ്പോ അള്ളാഹുവിന്റെ മൊഞ്ച് എന്താണെന്നും അള്ളാഹു എന്താണെന്നും അള്ളാഹുവിന്റെ സൗന്ദര്യം എന്താണെന്നും അള്ളാഹിനെ കാണുമ്പോ കിട്ടുന്ന സുഖം എന്താണെന്നും പഠിപ്പിച്ചു തന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നിന്ന് റജബ് പിരിയാണ്. ഞാനതാണ് മിമ്പറിൽ ഇരുന്ന് കരഞ്ഞുപോയത്. എന്ത് ചെയ്തു എന്ന് സ്വയം ചിന്തിച്ചു. ഈ റജബും ഷഹറുള്ളാഹ്, അള്ളാഹിന്റെ മാസമാണ് റജബ്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചാണ്
മിഹ്റാബിൽ മിമ്പറിൽ ഇന്ന് ഷാബാനിലേക്ക് വരവേൽക്കുമ്പോ ആ സംഭവം പറയുമ്പോ സ്വയം ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഈ റജബിൽ എന്തെങ്കിലും ചെയ്തോ? എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ കുറച്ച് നോമ്പ് നോക്കി. കഴിഞ്ഞ വർഷക്കാലം 3 മാസം കറക്റ്റ് നോമ്പുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. അതായത് ഇങ്ങനെ ചിന്തിക്കും, നമുക്ക് വയസ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഹമൽ കുറഞ്ഞോട് പോവാണ്. ഇപ്പൊ വയസ്സുള്ള ആൾക്കാർ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെല്ലാം പ്രസിഡന്റിനെ ഭയങ്കര പേടിയും ക്ഷീണവും. എന്നോട് പറയും, 72 വയസ്സായി, പള്ളിക്ക് വേണ്ടി നടക്കാൻ എനിക്കാൻ കഴിയുന്നില്ല, പാവം. എന്നിട്ടും പള്ളിക്ക് വരാതിരിക്കാൻ മുമ്പൊക്കെ കഴിഞ്ഞില്ല. മനസ്സിലായി, പേടി വരാൻ തുടങ്ങി. കാരണം 40 വയസ്സ് കഴിഞ്ഞാൽ റെഡി ആവണമെന്നത്രേ. 40 വയസ്സ് ഒരാൾക്ക് കഴിഞ്ഞാൽ അവന്റെ പകുതിയും 3/4 പകുതിയും കഴിഞ്ഞു, അവന് പോകാനുള്ള സമയമായി. പക്ഷെ നമ്മളുടെ അമലും കൂടിയോ ഇല്ലേ എന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടണം. ആദ്യം എന്നോടും രണ്ടാമത് നിങ്ങളോടും. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, ഇനി ഷഅബാൻ വരാനുണ്ട്. ഷഅബാൻ ഷഹരി എന്ന സയ്യിദുനാ റസൂലുള്ളാഹ് ആ മാസത്തിൽ ഞങ്ങൾക്ക് കുറെ 1,00,000 സ്വലാത്തുകൾ നേർച്ചക്കണം. 1,00,000 സ്വലാത്തുകൾ നേർച്ചക്കണം. റസൂലുള്ളാഹിന്റെ മാസം അങ്ങനെ സ്വലാത്ത് അറ്റ്ലീസ്റ്റ് 1,00,000 സുന്നത്തല്ല ഹയാത്താക്കണം. അത് എന്നോട് രണ്ടാമത് നിങ്ങളോട് പറയണേ, സുന്നത്ത് ഹയാത്താക്കി 1,00,000 സ്വലാത്ത് നമ്മൾ ചെല്ലുമെന്ന് നിയത്തിച്ച് നമ്മ ഫ്രീ ഉള്ള സമയത്തെല്ലാം വണ്ടിയിൽ പോകുമ്പോഴും വരുമ്പോഴും സ്വലാത്തിൽ ഒതു വന്നിട്ടില്ല. ആൾക്കാർ കാണിച്ചിട്ട് ചെല്ലിയാലും ശിക്ഷയില്ല. അങ്ങനെ വേണം ചെല്ലുക. അറിയുന്ന സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി നമ്മളെ കൽബിനെ അങ്ങോട്ടേക്ക് എത്തിക്കണം. എന്നിട്ട് വല്ലാത്തൊരാഗ്രഹമാണ് റമദാനിൽ ഉംറയിൽ പോയിട്ട് അവിടെ ഇരിക്കണം. നമ്മൾ ആഗ്രഹിക്കണം, ഈ റമദാനെങ്കിൽ ഈ റമദാൻ 1 മാസവും മദീനത്ത് പോയിട്ട് ഇരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇനി വരുന്ന